ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം. ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം. രക്ഷകനായ യേശുവിൽ എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഈ എപ്പിസോഡിൽ അരമണിക്കൂർ സമയം കർത്താവിന്റെ വചനങ്ങൾക്ക് കാതോർക്കുകയാണ്. നമ്മൾ ഇന്ന് ദനഹാകാലത്തിന്റെ 7ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. 7ാമത്തെ ആഴ്ചയോടുകൂടി ദനഹ എന്ന് പറയുന്ന കാലം അവസാനിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന്റെ വെളിപ്പെടുത്തലാണ് ദനഹാകാലത്തിൽ മുഴുവൻ നമ്മൾ ധ്യാനിച്ചത്. ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നുവന്ന കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി പല സാഹചര്യങ്ങളിലൂടെ, പല സംഭവങ്ങളിലൂടെ, പല വ്യക്തികളും അതുപോലെ തന്നെ യേശുവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രത്യേകമായ വെളിപ്പെടുത്തലാണ് കർത്താവ് നടത്തുന്നത്. കർത്താവ് കൂടുതലും വെളിപ്പെടുത്തലുകൾ നടത്തിയത് തന്റെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിനു വേണ്ടിയുള്ള വെളിപ്പെടുത്തലാണ് കർത്താവ് കൂടുതലും നടത്തിയത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവ് വെളിപ്പെടുത്തുന്നത് വിജാതീയനായ ഒരു വ്യക്തിക്കാണ്. ഒരു ശതാധിപന് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടിയാണ്. വിജാതീയരും സ്വജാതീയരും എല്ലാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ദനഹകാലത്തിന്റെ വെളിപ്പെടുത്തൽ നടക്കുന്ന ഈ കാലത്തിന്റെ അവസാനത്തെ ഈ ആഴ്ചയിൽ നമ്മൾ പ്രത്യേക പ്രാധാന്യത്തോടുകൂടി ഒരു വിജാതീയന് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ധ്യാനിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന 1ാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, രക്ഷയുടെ സന്ദേശം എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. രക്ഷയുടെ സന്ദേശം ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവരെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുപേരെ മാത്രമല്ല, ഈ ലോകത്തിൽ കുറച്ചുപേരെ മാത്രമല്ല. ഇന്ന് ഒരു ശതാധിപന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആരാണ് താനെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവന്റെ വിശ്വാസത്തെ ഉണർത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ശതാധിപൻ തന്നെ ഒരു കാരുണ്യം കാണിക്കുന്ന വ്യക്തിയാണ്, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ തന്റെ ഭൃത്യനോട്, തന്റെ സേവകനോട് കാരുണ്യം കാണിക്കുന്നവൻ. അവനോട് ദൈവം അതിനേക്കാളേറെ കാരുണ്യം കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം കാരുണ്യത്തിന്റെ നിറകുടമാണ്. നമ്മൾ മറ്റൊരാളോട് കരുണ കാണിക്കുമ്പോൾ ദൈവം നമ്മോട് അതിനേക്കാളേറെ കരുണ കാണിക്കും. ഇന്നത്തെ സുവിശേഷം ആ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശതാധിപൻ തന്റെ ഭൃത്യനോട് കരുണ കാണിച്ച് അവനെ സ്നേഹിച്ച് പരിചരിക്കുമ്പോൾ ദൈവം അവനോട് അതിലേക്കാളേറെ കരുണ കാണിക്കുന്നു. ദൈവം എപ്പോഴും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മോട് കരുണ കാണിക്കുന്നവൻ, നമ്മോട് സ്നേഹം കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ശതാധിപൻ അവൻ വളരെ കരുതലോടെ കണ്ടത് അവന്റെ ഭൃത്യനെയായിരുന്നു, അവന്റെ സേവകനെയായിരുന്നു.
നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കും, നമ്മുടെ മക്കളെ സ്നേഹിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കും, ബന്ധുജനങ്ങളെ സ്നേഹിക്കും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ താഴെ ജോലി ചെയ്യുന്നവരെ, നമ്മുടെ സേവകരെ ഒക്കെ സ്നേഹിക്കുക, പരിഗണിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നമ്മൾ ചെയ്യാറുണ്ട്. ഒരു വ്യത്യസ്തമായ സംസ്കാരമാണ് ഈ ശതാധിപൻ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഈ തിരുവചന ഭാഗത്താണ് യേശു ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന ഭാഗം നമ്മൾ കാണുന്നത്. യേശുവിന്റെ അടുത്തേക്ക് ശതാധിപൻ വരുന്നതും ഭൃത്തിനു വേണ്ടി യാചിക്കുന്നതും കർത്താവ് അവനെ സുഖപ്പെടുത്താമെന്ന് പറയുന്നതും ശതാധിപൻ വിശ്വാസം ഏറ്റുപറയുന്നതും ആ ഭൃത്യൻ സുഖപ്പെടുന്നതും ഒക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗത്തേക്ക് വരാം. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു. യേശു കഫർനാമിൽ പ്രവേശിച്ചു എന്നാണ് വചനം പറയുന്നത്. കഫർനാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് യേശുവിന്റെ ജീവിതത്തിൽ. കാരണം ഒരുപാട് അത്ഭുതങ്ങൾ യേശു ചെയ്ത സ്ഥലമാണ് ഈ കഫർനാം. യേശു ജനിച്ചു വളർന്ന നസ്രത്തിൽ നിന്ന് ഏകദേശം ഒരു 37 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് പറയാം കഫർനാമിലേക്ക്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ യേശു ചെയ്തു. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഈ അത്ഭുതങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടും അവിടെയുള്ള ജനങ്ങൾ യേശുവിനെ മനസ്സിലാക്കിയില്ല, യേശുവിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് യേശു തന്നെ ഈ കഫർനാമിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത സ്ഥലത്ത് യേശുവിനെ വിശ്വസിക്കാതെ പോയതുകൊണ്ട് ഈ കഫർനാമിനെ യേശു കുറ്റപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ഇങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത്: കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കഫർനാമിനെ യേശു കുറ്റപ്പെടുത്തുന്നത്. നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടു എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ പാതാളം വരെ നീ താഴ്ത്തപ്പെടും. അതിന്റെ കാരണം എന്താണ്? നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ, അത്രയേറെ അത്ഭുതങ്ങൾ നിന്നിൽ സംഭവിച്ചു. ആ അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ശാപമേറ്റ സ്ഥലമാണ് സോദോം, ആ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു. ആ പട്ടണം തന്നെ താറുമാറായിപ്പോയി, നശിച്ചുപോയി. നീ മാത്രം അനുതപിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുകയാണ് കർത്താവ്. ആ കഫർനാമിൽ, ആ സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, ആളുകൾ യേശുവിൽ വിശ്വസിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ശതാധിപൻ യേശുവിന്റെ അടുത്തേക്ക് വരുന്നത്. ആരാണ് ശതാധിപൻ? നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആ വാക്ക് തന്നെ അതിന്റെ അർത്ഥം നമുക്ക് തരുന്നുണ്ട്. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേരുടെ അധിപതി എന്നാണ് അർത്ഥം. ഒരു സൈന്യത്തിൽ കൊടുക്കുന്ന ഒരു പ്രത്യേക സ്ഥാനമാണ്. 100 പേരടങ്ങുന്ന ഒരു സൈന്യ വ്യൂഹത്തിന്റെ അധിപൻ എന്ന് പറയാം. അങ്ങനെയായിരുന്നു റോമ പട്ടാളത്തെയൊക്കെ അന്ന് വിന്യസിച്ചിരുന്നത്, കണ്ടിരുന്നത്. പല ഗണങ്ങളായിട്ട് തിരിച്ച് അതിനൊരു അധിപനും അതിന് മേലധികാരിയും ഒക്കെ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു രീതിയൊക്കെയായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ശതാധിപൻ. ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? യേശുവിന്റെ മുമ്പിൽ വന്ന് യാചിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഈ ശതാധിപൻ പട്ടാളത്തിലെ മനുഷ്യനാണ്, റോമൻ പട്ടാളത്തിലെ മനുഷ്യനാണ്. അവൻ വിജാതീയനാണ്, യഹൂദനല്ലാത്ത മനുഷ്യൻ. എന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ടാണ് യേശുവിന്റെ മുമ്പിൽ യാചിക്കുന്നത്. ഒരു മടിയുമില്ല, ഒരു സങ്കോചവുമില്ല യേശുവിന്റെ മുമ്പിൽ വന്ന് യാചിക്കാൻ. കാരണം ആ മനുഷ്യൻ യേശുവിനെ ദൈവമായി തന്നെ കണ്ടിട്ടുണ്ട്. ആളുകളൊക്കെ യേശുവിനെ പറ്റി പറഞ്ഞത് അയാൾ കേട്ടിട്ടുണ്ട്. യേശു ചെയ്ത കാര്യങ്ങൾ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞ വചനങ്ങൾ ഒരുപക്ഷെ നേരിട്ടോ അല്ലാതെയോ അയാളുടെ ചെവിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൽ ഒരു പ്രത്യേകത അയാൾ കണ്ടു. അതുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ വന്ന് യാചിക്കാനായിട്ട് അയാൾക്ക് യാതൊരു മടിയുമില്ല. ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും സമന്മാരാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്ര വലിയ അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണ് നമ്മളൊക്കെ. അപ്പോൾ അവിടെ തിരിച്ചു ഭേദങ്ങളൊന്നുമില്ല. ഈ മനുഷ്യൻ ശതാധിപൻ യേശുവിന്റെ മുമ്പിൽ വന്ന് യാചിക്കുകയാണ്.
എന്നിട്ട് എന്താണ് പറയുന്നത്? 8-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നമ്മളത് കാണും. കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. അതാണ് അയാൾ പറഞ്ഞത്. ഈ ശതാധിപന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അയാൾ വന്നത്. അയാൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അയാൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് അയാൾ വന്ന് പറയുന്നത്, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് വേദനിച്ച് രോഗശയ്യയിൽ വീട്ടിൽ കിടക്കുകയാണ്. അതാണ് അയാൾ പറഞ്ഞത്. വന്ന് വിളിക്കുന്നത് എന്താണ്? കർത്താവേ എന്നാണ്. കർത്താവേ എന്ന് പറഞ്ഞാൽ നാഥൻ, ദൈവത്തെ സംബോധന ചെയ്യുന്ന വാക്കാണ്. അക്കാലത്ത് പ്രത്യേകിച്ച് ദൈവത്തെ സംബോധന ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്ക് കർത്താവേ. ആ വാക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് യേശുവിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ ദൈവമായി തന്നെ അയാൾ കണ്ടിട്ടുണ്ട്. വിജാതീയനായ മനുഷ്യനാണ്. എന്നിട്ട് ആ മനുഷ്യൻ വന്ന് യാചിക്കുകയാണ് ഭൃത്യനു വേണ്ടി. തന്റെ കീഴെ ജോലി ചെയ്യുന്ന സേവകന് വേണ്ടി യാചിക്കുന്ന ഒരു മേലധികാരി. വളരെ പ്രത്യേകതകളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന്. അന്നത്തെ കാലത്ത്, യേശുവിന്റെ കാലത്ത്, ഒരു ഭൃത്യൻ, ഒരു സേവകൻ എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു വിലയുമില്ലാത്ത മനുഷ്യനാണ്. ഒരു അടിമയ്ക്ക് തുല്യമാണ്. അവനെ ഒരു മനുഷ്യനായിട്ട് പോലും സാധാരണ കാണാറില്ല. എന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഒരു സേവകന് വേണ്ടിയിട്ട് യാചിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഭൃത്യനെ കൊണ്ടുവന്നിട്ടില്ല. യേശുവിന്റെ അടുത്തേക്ക് സൗഖ്യത്തിനു വേണ്ടി ഈ ശതാധിപൻ വന്ന് യാചിക്കുന്നുണ്ടെങ്കിലും ഭൃത്യനെ, ആ മനുഷ്യനെ അവിടെ കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ കാരണം നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ മറ്റെല്ലാ അത്ഭുതങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, യേശുവിന്റെ അടുത്തേക്ക് രോഗികൾ വരുന്നുണ്ട്. ഒരുപക്ഷെ രോഗി തന്നെ വന്ന് സൗഖ്യം ചോദിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും രോഗിയെ കൊണ്ടുവന്ന് സൗഖ്യം ചോദിക്കും. പക്ഷെ ഇവിടെ ഈ രോഗിയെ കൊണ്ടുവന്നിട്ടില്ല. ഒരുപക്ഷെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. കാരണം അന്നത്തെ ആ കാലത്ത് നല്ല റോഡുകളോ സൗകര്യങ്ങളോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇന്നത്തേതുപോലെ ഇല്ല. അതുകൊണ്ട് തളർവാദം പിടിപെട്ട ഒരു മനുഷ്യനെ ഒരുപക്ഷെ ദൂരെയാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. മറ്റൊരു കാരണം, ഈ വിജാതീയനായ മനുഷ്യൻ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ച് യേശുവിന്റെ അടുത്ത് വന്നതുകൊണ്ട്, യേശു ദൈവമാണെന്ന് അംഗീകരിക്കുന്നതുകൊണ്ട് ഈ മനുഷ്യൻ വിശ്വാസത്തോടെ തന്റെ സേവകന് വേണ്ടി അപേക്ഷിച്ചതാകാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഈ മനുഷ്യന് തീർച്ചയായിട്ടും അറിയാം. ദൈവത്തിന് ഈ ഭൃത്യനെ സുഖപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ള ചിന്തയായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ മനുഷ്യൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കാം, ദൈവം സർവ്വവ്യാപിയാണ്. കർത്താവ് ഇവിടെയുണ്ട്, യേശു ഇവിടെയുണ്ട്. യേശുവിന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ തന്റെ ഭൃത്യനെ, അങ്ങ് അകലെയുള്ള തന്റെ ഭൃത്യനെ, വീട്ടിൽ കിടക്കുന്ന തളർവാദം പിടികൾപ്പെട്ട ഭൃത്യനെ സുഖപ്പെടുത്താനായിട്ട് കഴിയും. സർവ്വവ്യാപിയാണല്ലോ ദൈവം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഒരു വലിയ യാചന ഈ മനുഷ്യൻ നടത്തുന്നത്. ഈ സുവിശേഷ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സുവിശേഷ ഭാഗം മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആർക്കു വേണ്ടിയിട്ടാണ് ശതാധിപൻ വന്ന് യാചിച്ചത്? അവന്റെ ഭൃത്യന് വേണ്ടി, മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. ആ ശതാധിപന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഈ ശതാധിപൻ നടത്തിയത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അയാള് യേശുവിനും രോഗിക്കും നടുക്ക് നിന്നുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് കൈനീട്ടി യാചിച്ച് പ്രാർത്ഥിച്ചു. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതുപോലെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്തുമാത്രമൊക്കെ നടത്താനായിട്ട് പറ്റുന്നുണ്ട്. എത്രമാത്രം അനുഗ്രഹദായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മനുഷ്യൻ ചെയ്തത്. തന്റെ ഭൃത്യന് വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. ഒരിക്കലൊരു രോഗിണിയായ ഒരു സ്ത്രീയെ സന്ദർശിക്കാനായിട്ട് പോയി. അവര് രോഗക്കിടക്കയിലാണ്, ഇതുപോലെ തളർവാദം പിടിപെട്ട് കിടപ്പാണ്, എഴുന്നേൽക്കാൻ പറ്റില്ല. അന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യേശു നാമം വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കരുണയുടെ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്കതല്ലേ പറ്റൂ. രോഗശയ്യയിൽ കിടന്നുകൊണ്ട് ആ സ്ത്രീ പറയുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ഉന്നതമായ ഉദാത്തമായ ഒരു കാര്യമാണത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് വലിയ ശക്തിയാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്,
നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം കിട്ടുന്നത് ആ വ്യക്തികൾക്ക് മാത്രമല്ല, നമുക്ക് കൂടിയാണ്. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേലും അനുഗ്രഹം ചൊരിയും. ഇന്നത്തെ ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. ദൈവം എന്തുമാത്രം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യം നമ്മളവിടെ കാണും. നമുക്ക് അടുത്ത വചനങ്ങളിലേക്ക് പോകാം. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഈ ശതാധിപൻ തന്റെ ഭൃത്യനു വേണ്ടി, തന്റെ ദാസനു വേണ്ടി ഇതുപോലെ വന്ന് കെഞ്ചി യാചിച്ചപ്പോൾ അവന്റെ ആ ഭൃത്യനോടുള്ള സ്നേഹം, സഹതാപം, കരുണ ഒക്കെ മനസ്സിലാക്കി അവന്റെ വിശ്വാസം പരിഗണിച്ച് കർത്താവ് പറയുകയാണ്, ഞാൻ വന്ന് സുഖപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, എത്ര പെട്ടെന്നാണ് ദൈവം അങ്ങനെ ഒരു ഉത്തരം കൊടുക്കുന്നതെന്ന് ഓർക്കുക. ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകളൊന്നും വ്യർത്ഥമാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരും. ദൈവം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രത്യുത്തരം കൊടുക്കുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കർത്താവ് തന്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ കാല വിളംബം വരുത്തുന്നില്ല. കർത്താവ് തന്റെ വാഗ്ദാനം പാലിക്കും. കർത്താവ് വാഗ്ദാനം പാലിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഉത്തരം കൊടുക്കുകയാണ് കർത്താവ്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം തരുന്നവനാണ് കർത്താവ്. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ അത് വ്യർത്ഥമായി പോവുകയില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് ഈ വചനം തരുന്നുണ്ട്. അങ്ങനെ കർത്താവ് പറയുന്നു, ഞാൻ വന്ന് സുഖപ്പെടുത്താമെന്ന് പറയുമ്പോൾ ശതാധിപൻ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്, കർത്താവ്, നീ എന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, സംഭവമാണിത്. വിജാതീയനായ മനുഷ്യൻ, യഹൂദ ഗണത്തിൽപ്പെടുന്ന മനുഷ്യനൊന്നുമല്ല, അത്രയ്ക്കേറെ വിശ്വാസത്തോടെ കർത്താവിനോട് പറയുകയാണ്, എന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ലാത്തതുകൊണ്ട് നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. എനിക്കറിയാം, എനിക്ക് വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് എത്ര ശക്തമായ ആഴമേറിയ വിശ്വാസമാണ് എന്നുള്ളത് നമ്മൾ കാണുന്നു. തന്റെ അയോഗ്യത ഏറ്റുപറഞ്ഞു ദൈവത്തിന് മുമ്പിൽ അയോഗ്യത ഏറ്റുപറയുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. നമ്മളെല്ലാം പാപം ചെയ്തവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. അത് ഏറ്റുപറയാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ അയോഗ്യത, നമ്മുടെ കുറവ് ഏറ്റുപറയാൻ സാധിച്ചാൽ, അതാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യം. സങ്കീർത്തനം 32:5 നമ്മൾ വായിക്കും, എന്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല, അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. നോക്കുക, സങ്കീർത്തനം അങ്ങനെയാണ് ആലപിക്കുന്നത്. എന്റെ പാപം ഞാൻ അവിടുത്തോട് ഏറ്റുപറഞ്ഞു, എന്റെ അയോഗ്യത, എന്റെ കുറവ് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യങ്ങളൊന്നും ഞാൻ മറച്ചുവെച്ചില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടുന്ന് എന്റെ പാപം ക്ഷമിച്ചു. നീ നിന്റെ പാപങ്ങളും കുറവുകളും ദൈവത്തിന്റെ മുൻപിൽ ഏറ്റുപറയാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ദൈവം നിന്നോട് ക്ഷമിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ മനുഷ്യൻ ഏറ്റുപറയുകയാണ് താൻ അയോഗ്യനാണെന്ന്. കാരണം അയാൾ വിജാതീയനാണെന്ന് അയാൾക്കറിയാം. വിജാതീയനായ മനുഷ്യന്റെ വീട്ടിലേക്ക് യഹൂദനായ യേശു കടന്നു വരുന്നത് അയോഗ്യത, അയാളുടെ കുറവാണെന്ന് അയാൾക്കറിയാം. അതുപോലെ തന്നെ അയാളുടെ പാപങ്ങൾ അയാൾക്കറിയാം, തെറ്റുകൾ അയാൾക്കറിയാം. അതാണ് ഏറ്റുപറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. നീ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, എന്റെ അയോഗ്യതയിലേക്കൊന്നും നീ വരണ്ട. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ പ്രാർത്ഥനകളിൽ ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു വചനമാണ് ഈ ശതാധിപന്റെ വിശ്വാസ പ്രഖ്യാപനം. പ്രത്യേകിച്ച് ലത്തീൻ കുർബാനയിൽ വിശുദ്ധ കുർബാന എടുത്തുയർത്തി, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് കാർമികൻ പറയുമ്പോൾ ജനമേറ്റു പറയുന്നത് ഈ ശതാധിപന്റെ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ്. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിച്ചുകൊള്ളും. അങ്ങനെയാണത് പറയുന്നത്. അപ്പോൾ ഈ ശതാധിപന്റെ പ്രാർത്ഥന ഇന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനം. പ്രത്യേകിച്ച് ലത്തീൻ കുർബാനയിൽ
അത് വളരെ വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ട് ഏറ്റുപറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സഭ ഇന്ന് അത്ര വിലയേറിയ പ്രാർത്ഥനയായിട്ട് അതിനെ കാണുന്നുണ്ട്? ആ ഏറ്റുപറച്ചിൽ, ആ വിശ്വാസ പ്രഖ്യാപനം ഒക്കെ. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എന്റെ ദാസനോട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. ശതാധിപൻ കർത്താവിനോട് അങ്ങനെയാണ് മറുപടിയായിട്ട് പറഞ്ഞത്. കർത്താവെ, നീ എന്റെ വീട്ടിലേക്ക് വരണ്ട, അതിന് ഞാൻ അയോഗ്യനാണ്. നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ വാക്കിന് ശക്തിയുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എനിക്കറിയാം എന്താണ് അധികാരം എന്ന് എനിക്കറിയാം, എന്താണ് വാക്കിന്റെ ശക്തി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനായതുകൊണ്ട് ആ വാക്കിന്റെ ശക്തി അറിയാവുന്നതുകൊണ്ട് നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്നാണ് ആ ശതാധിപൻ പറയുന്നത്. അധികാരത്തിന് കീഴ്പ്പെട്ടവനും അധികാരമുള്ളവനുമാണ് ഈ ശതാധിപൻ. അധികാരത്തിന് കീഴ്പ്പെട്ടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുകളിൽ അധികാരികളുണ്ട്, ഏറ്റവും പരമാധികാരിയായ രാജാവുണ്ട്. അപ്പോൾ ഇയാൾക്കറിയാം എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ ഇയാൾക്കും അധികാരമുണ്ട്. ഇയാളുടെ കീഴിൽ 100 പേരുടെ ഒരു പട്ടാള വ്യൂഹമുണ്ടല്ലോ. അവരോടും ഇയാൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ ചെയ്യും എന്ന് അയാൾക്കറിയാം. പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ ആ നേതാവിന്റെ ഒരൊറ്റ വാക്ക് മതി ഒരുപക്ഷെ ആ യുദ്ധം ജയിക്കാനും തോൽക്കാനും അത് കാരണമായിട്ട് വരും. കാരണം എന്താണ്? അയാളുടെ ആ വാക്ക് ആ കീഴെയുള്ളവരൊക്കെ അനുസരിക്കുമ്പോഴാണ് അവിടെ യുദ്ധം ജയിക്കുകയോ തോൽക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ശതാധിപൻ പറയാണ്, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എനിക്ക് അധികാരം പ്രയോഗിക്കാൻ അറിയാം. പക്ഷേ നീ എത്രയോ പരമാധികാരിയാണ്, എല്ലാത്തിന്റെയും സർവ അധികാരിയാണ് നീ. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുടെ, അതുപോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള സകല ശക്തികളുടെ എല്ലാം മേൽ അധികാരമുള്ളവനാണ് നീ. അതുകൊണ്ട് ഒരൊറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി. ഒരു പൂർണ്ണമായ സമർപ്പണം അതായിരുന്നു ഈ മനുഷ്യൻ നടത്തിയത്, ഈ ശതാധിപൻ നടത്തിയത്. ദൈവത്തിന് മുമ്പിൽ മുഴുവൻ അടിയറ വയ്ക്കുന്ന ഒരു സമർപ്പണം, വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണത എന്ന് പറയാം. അങ്ങനെയാണ് ഈ ശതാധിപൻ ദൈവത്തിന്റെ തിരുമുമ്പിൽ തന്നെ ഏറ്റുപറഞ്ഞ് സമർപ്പിക്കുന്നത്. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. യേശു ആശ്ചര്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വിജാതീയനായ ഈ മനുഷ്യന്റെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. അതിന്റെ കാരണം എന്താണ്? ഇവിടെ ഈ കഫർനാമിൽ തന്നെ യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടും യഹൂദരായ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം യേശുവിനെ വിശ്വസിക്കാതെ പോയി. പക്ഷേ ദൈവത്തിന്റെ വചനമൊന്നും കേൾക്കാത്ത ഈ വിജാതീയൻ, ഈ ശതാധിപൻ അത്രമാത്രം ആഴത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ യേശു ആശ്ചര്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്രായേൽ ഒരുവനിൽ പോലും ഞാൻ ഇതുപോലുള്ള വിശ്വാസം കണ്ടിട്ടില്ല. അത്രയ്ക്ക് ആശ്ചര്യം വന്നു യേശുവിന് ഈ മനുഷ്യന്റെ വിശ്വാസം കണ്ടിട്ട്. എന്നിട്ട് യേശു ഇങ്ങനെ കൂട്ടിച്ചേർക്കും 11ാമത്തെ വചനത്തിൽ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് ഒരുപാട് ആളുകൾ വന്ന് ആരുടെ കൂടെയാണ്? അബ്രാഹത്തോട് ഇസഹാക്കിനോട് യാക്കോബിനോടൊക്കെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ വിരുന്നിനിരിക്കുമെന്നാണ് പറയുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് എന്താണ് ഈ പറയുന്നത്? അതിന്റെ അർത്ഥം അന്നത്തെ ഒരു പ്രയോഗമാണത്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും അർത്ഥം, വെറുതെ കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ളതല്ല, എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരും. അന്നത്തെ ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അന്ന് ഈ ഇസ്രായേൽ ജനത വിശ്വസിച്ചിരുന്നത്, അവർ ജീവിച്ചിരുന്ന ആ പലസ്തീന ദേശത്ത് അവിടെയൊക്കെയാണ് ദൈവം ഇടപെടുകയുള്ളൂ, അവിടെ മാത്രമേ ദൈവം കടന്നു വരികയുള്ളൂ, അത്ഭുതങ്ങൾ ചെയ്യുകയുള്ളൂ എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ കർത്താവ് കാണുന്നത് മറ്റൊരു കണ്ണോടുകൂടിയാണ്. നമുക്കറിയാം ആരാണ് വിശ്വസിക്കുന്നത്, ആരാണ് ദൈവത്തെ അംഗീകരിക്കുന്നത്, അവരിലേക്കാണ് രക്ഷ ഒഴുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ വടക്കുന്നോ തെക്കുന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാം. അവർ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് രക്ഷ കിട്ടും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. രാജ്യത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം, ദൈവം തെരഞ്ഞെടുത്ത ജനത, ആ രാജ്യത്തിന്റെ മക്കൾ
അവർക്കെന്താണ് സംഭവിക്കുന്നത്? പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. നമ്മൾ മഹാവിരുന്നിന്റെ ഉപമയിൽ കാണുന്നുണ്ട്. യേശു പറഞ്ഞ ഉപമയാണത്. അവിടെ വിവാഹവസ്ത്രം ധരിക്കാതെ വന്ന ആ മനുഷ്യനെ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ്, അന്ധകാരത്തിലേക്ക്. എന്ന് പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ മക്കൾ പുറത്തേക്ക് എറിയപ്പെടും. എന്തുകൊണ്ടാണ്? അവർ വിശ്വസിക്കുന്നില്ല, യേശുവിനെ അംഗീകരിക്കുന്നില്ല. മറിച്ച് മറ്റുള്ള ആളുകൾ ഇതാ യേശുവിനെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് വന്നു കഴിയുമ്പോൾ ഈ സ്വന്തം ജനം പോലും ചിലപ്പോൾ അംഗീകരിക്കപ്പെടാതെ പോയേക്കാം. അവരൊരു പക്ഷേ ദൂരേക്ക് എറിയപ്പെട്ടേക്കാം, അന്ധകാരത്തിലേക്ക് എറിയപ്പെട്ടേക്കാം. എറിയപ്പെടുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. എറിയപ്പെടുക എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കളയുക. നമ്മളൊരു വസ്തു എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണത്. ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ എറിഞ്ഞു കളയില്ല. അതുപോലെ എറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറും നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ. എന്നിട്ട് യേശു പറഞ്ഞ് അവസാനിപ്പിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. യേശു ഈ വിശ്വാസത്തിന്റെ തീവ്രത കണ്ട്, ഈ ശതാധിപന്റെ വലിയ മനസ്സിന്റെ വലിപ്പം കണ്ട് ആ മനുഷ്യനോട് പറയുകയാണ്, നീ പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. യേശു ഈ മനുഷ്യനെ അനുഗ്രഹിക്കുന്നത്, രോഗിക്ക് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യനെ, ശതാധിപനെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ സംവാഹകനായി മാറി ഈ ശതാധിപൻ. എന്തുകൊണ്ടാണ്? മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന, യാചന പ്രാർത്ഥന നടത്തിയതുകൊണ്ട് ഈ മനുഷ്യൻ തന്നെ അനുഗ്രഹത്തിന്റെ സംവാഹകനായി. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവാനുഗ്രഹത്തിന്റെ സംവാഹകരായിട്ട് മാറാൻ വിളിക്കപ്പെട്ടവരാണ്. ഞാനും നീയും ഒക്കെ. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലൂടെ ഒഴുകണം മറ്റുള്ളവർക്ക് വേണ്ടി. അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം. ഈ ശതാധിപനെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സംവാഹകനാക്കി മാറ്റി ദൈവം. അങ്ങനെ ആ ഭൃത്യനിലേക്ക്, ആ മനുഷ്യനിലൂടെ സൗഖ്യം ദൈവം ഒഴുക്കുകയാണ്, കൊടുക്കുകയാണ്. നമുക്ക് ചിന്തിച്ചു നോക്കാം, നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയുള്ളതാണ്. ഒരുപക്ഷെ ഈ കഫർനാമിൽ യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ട് അവർ മാനസാന്തരപ്പെടാതിരുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് ദൈവം ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ കണ്ട് മാനസാന്തരപ്പെടാതെ, ദൈവത്തിലേക്ക് തിരിയാതെ നമ്മൾ പോകുന്നുണ്ടോ? നമുക്ക് ചിന്തിച്ചു നോക്കാം. നമുക്ക് തിരിച്ചു വരാം. ആഴമേറിയ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ശതാധിപനെ പോലെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. അപ്പോൾ നമ്മെ ദൈവം അനുഗ്രഹിക്കും. നമുക്ക് ദൈവം അനുഗ്രഹം നൽകും. നമ്മെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളാക്കി, സംവാഹകരാക്കി മാറ്റുകയും ചെയ്യും. ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോജീവനം.